എന്താണെന്നറിയില്ല, പതിവില്ലാണ്ട് ചാടിക്കറി പറഞ്ഞ് യെസ് ചേച്ചി നമുക്ക് പോവാമെന്ന്. എന്തായിരുന്നു വരാനുണ്ടായ ചേതോ വികാരം പറയൂ. കഴിഞ്ഞ വീഡിയോയിൽ ഹൈദരാബാദ് വീഡിയോയിൽ എന്നെ ഊക്കിയ ആളാട്ടോ. ഇപ്പോൾ വീഡിയോ എടുക്കാൻ എന്നെ വേണം, ഞാൻ വേണം. അതാണ് നമുക്ക് നമ്മൾ എന്തിനു നമ്മൾ നിന്ദിക്കുന്നു അതിന് നമ്മൾ വന്നിക്കേണ്ടി വരുന്നുള്ളതിന്റെ പ്രധാന തെളിവാണ്. അന്നാ ഹൈദരാബാദിൽ പോയപ്പോൾ ഞാൻ ഊക്കിയപ്പോൾ ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല എനിക്ക് തൊട്ട അടുത്ത മാസം തന്നെ ഇവളെ ഉപകാരപ്പെടും. കർമ്മ ഹിറ്റ്സ് ബാക്ക്. നമ്മൾ ആരെയും കളിയാക്കരുത്, നമുക്ക് അവരെ ഉപയോഗിക്കേണ്ടി വരും. സൗണ്ടില്ല ഗൈസ്, തൊണ്ടയിൽ ഞണ്ട് കടിച്ച പോലെ സൗണ്ട് ഇരിക്കുന്നത്. അതൊക്കെ കുറച്ച് ദിവസം കിടന്ന് കാറിയതിന്റെ. എക്സ്പ്ലോർ മലേഷ്യ ടുഗദർ. ഞങ്ങളുടെ മലേഷ്യയിലേക്കുള്ള ആക്ച്വലി രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ. ഞാൻ സെക്കൻഡ് ടൈമാണ് വരുന്നത്. എൻ്റെ ഫസ്റ്റ്, അതായത് ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ ഫ്ലൈറ്റിൽ കയറിയത്, വിമാനത്തിൽ കയറിയത് മലേഷ്യക്ക് വരാനായിരുന്നു. അതായത് കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ ഹണിമൂണിന് വേണ്ടിയിട്ട് ഫ്ലൈറ്റ് വിമാനത്തിൽ കയറിയത് ഞാനും ഫീൽഡ്. അപ്പം ഇപ്പം ഇങ്ങനെ കയർലി ട്രെയിൽസിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കൊളാബറേഷൻ വന്നപ്പോൾ അപ്പം ചേട്ടായി പറഞ്ഞു ഓക്കെ ചേട്ടായി വരണില്ല, പിന്നെ വീട്ടില് പിള്ളേരെ ഞങ്ങൾ ഒരാളിരിക്കാം, വീട്ടിൽ അപ്പയും മമ്മിയില്ല, അവർ US പോയേക്കുവാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫീൽഡിനോട് ചോദിച്ചിട്ട് നമുക്ക് പോയാലോ എന്ന് വെച്ചു. അപ്പൊ തന്നെ ആള് എന്താന്നറിയില്ല പതിവില്ലാണ്ട് ചാടിക്കറി പറഞ്ഞ് യെസ് ചേച്ചി നമുക്ക് പോവാമെന്ന്. എന്തായിരുന്നു വരാനുണ്ടായ ചേതോ വികാരം പറയൂ. കഴിഞ്ഞ വീഡിയോയിൽ ഹൈദരാബാദ് വീഡിയോയിൽ എന്നെ ഊക്കിയ ആളാട്ടോ. ഇപ്പോൾ വീഡിയോ എടുക്കാൻ എന്നെ വേണം, ഞാൻ വേണം. അതാണ് നമുക്ക് നമ്മൾ എന്തിനു നമ്മൾ നിന്ദിക്കുന്നു അതിന് നമ്മൾ വന്നിക്കേണ്ടി വരുന്നുള്ളതിന്റെ പ്രധാന തെളിവാണ്. അന്നാ ഹൈദരാബാദിൽ പോയപ്പോ ഞാൻ ഊക്കിയപ്പോ ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല എനിക്ക് തൊട്ട അടുത്ത മാസം തന്നെ ഇവളെ ഉപകാരപ്പെടും. കർമ്മ ഹിറ്റ്സ് ബാക്ക്. നമ്മൾ ആരെയും കളിയാക്കരുത്, നമുക്ക് അവരെ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ഇത്തവണ നമുക്ക് തെളിയിക്കാം അവള് നല്ല വീഡിയോഗ്രാഫർ ആണോ അല്ലയോ എന്നുള്ളത് ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതാണ് സത്യം അതോ ഫീൽഡ് ഒരു കഴിവുള്ള വീഡിയോഗ്രാഫർ ആണോ. നമ്മള് എയർപോർട്ടില് ഫ്ലൈറ്റ് ഇറങ്ങി, അവരുടെ വാൻ വന്നു, അവരുടെ ഗൈഡ് അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി 6 മണിയായപ്പോ പുറത്ത് വന്നിരിക്കണേ ആയിരുന്നു. അപ്പൊ അവരുടെ ഗൈഡ് 7:30 വരുന്ന പറഞ്ഞായിരുന്നു. ഇടയ്ക്ക് വന്നിട്ട് നമ്മളാരെയും കണ്ടില്ല, നമ്മളവിടെ കുറെ പേര് അവിടെ കൂട്ടം കൂടിയിരിക്കുമായിരുന്നു. പക്ഷെ ആക്ച്വലി പുള്ളിക്കാരി വേറൊരു സ്ഥലത്ത് നെയിം ബോർഡും വെച്ചോണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നമുക്കറിയില്ലല്ലോ. എന്നിട്ട് നമ്മൾ ഗ്രൂപ്പിൽ നോക്കിയപ്പോൾ അവരുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ പോയി ആ പുള്ളിക്കാരിയെ തപ്പി കണ്ടുപിടിച്ച് നമ്മളിപ്പോൾ നമ്മുടെ വാനിൽ കയറി നമ്മളൊരു റിഫ്രഷ്മെന്റ് ഒരു സ്ഥലത്ത് റിഫ്രഷിങ് വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഹോട്ടലിൽ ചെക്കിന് ഉച്ച കഴിഞ്ഞ് 2 മണിക്കുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് സമയമുണ്ട്. അപ്പം അതുവരെ ജസ്റ്റ് വേറൊരു സ്ഥലത്ത് പോയി ഫ്രഷപ്പ് ചെയ്തിട്ട് വേണം ഹോട്ടലിലേക്ക് പോകാനായിട്ട്. എൻ്റെ ശബ്ദം ഞാൻ പറഞ്ഞില്ലേ ഒരാഴ്ചയായിട്ട് തൊണ്ടവേദന ആയതുകൊണ്ട് ശബ്ദമൊക്കെ പോയി. ഞാൻ കാറിയില്ല, ഞാൻ ഒരു കാറിയില്ല. എത്ര നാളെ നേരം ശബ്ദം ഇങ്ങനെ പറ്റിയിട്ട്. ഒരാഴ്ചക്ക് ഭയങ്കര തൊണ്ടവേദനയായിരുന്നു. പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തില് സൗണ്ട് പോയി. സങ്കടം വരിക. എന്റെ സൗണ്ട് ഇങ്ങനെയല്ല ഗൈസ്. എന്റെ സൗണ്ട് ഇപ്പൊ മമ്മൂക്കയുടെ സൗണ്ട് പോലെ ബാസുള്ള സൗണ്ട്, ആണുങ്ങളുടെ സൗണ്ടൊക്കെ പോലെ ഇരിക്കുന്നു. ആണുങ്ങളുടെ സൗണ്ട് എന്നാ പറഞ്ഞേ, ആണുങ്ങളുടെ സൗണ്ട്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. നമ്മൾ ആ ബസ്സിൽ കയറി ഞാൻ ഇൻട്രോ പറഞ്ഞില്ലേ, അത് കഴിഞ്ഞ് സ്വിച്ച് ഇട്ട പോലെ കിടന്നുറങ്ങിയതാ. നീ ഉറങ്ങിപ്പോയല്ലോ നന്നായിട്ട്. ഞാനൊരു വായു പൊളിച്ച് കിടന്നുറങ്ങിപ്പോയി. ഇപ്പം സമയം ഇവിടെ 10 മണിയായി.
നമ്മൾ ഒരു ടെമ്പററി ഹോട്ടലിൽ വന്നേക്കോ ഇപ്പം. കാരണം മെയിൻ ഹോട്ടലിൽ നമ്മൾ ചെക്ക് ഇൻ വരുന്നത് 3 മണിക്കാണ്. അപ്പോൾ ഇവിടെ തൽക്കാലം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെമ്പററി ഹോട്ടലിൽ വന്ന് നമ്മളാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. ഈ മലേഷ്യക്കാരുടെ ഒരു മെയിൻ ഫുഡ് ഇവിടെ റൈസിന് പറയുന്ന പേര് നാസി എന്നാണ്. നാസി NASI നാസി. ഇപ്പം നാസി ഗോരങ്ക്, നാസി എന്താ ലെമൺ, അങ്ങനെ അതായത് ഇപ്പം അങ്ങനെ നമ്മൾ ലെമൺ റൈസ് എടുത്തേക്കുന്നത്. നാസി എന്ന് വെച്ചാൽ റൈസ്, ലെമൺ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് കഴിച്ചു. ഇഷ്ടപ്പെട്ട റൈസിന് വലിയ ടേസ്റ്റില്ല, സ്പൈസി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ടെമ്പററി ചെക്കിന് വന്നേക്കുന്ന ഹോട്ടലാട്ടോ ഇത്, മൈ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി കൊള്ളാട്ടോ. നമ്മൾ കഴിഞ്ഞ തായ്ലൻഡ് ട്രിപ്പ് പോയപ്പോൾ എനിക്ക് അതിൻ്റെ യൂട്യൂബ് വീഡിയോ നമ്മൾ ചെയ്തില്ലായിരുന്നു. നമുക്കൊരു 9 മുതൽ 3 o'clock ചെക്കിന് വരുന്നത്. അപ്പോൾ ആ ടൈം വരെ നമുക്ക് ലോബിയിൽ വെയിറ്റ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ ഇത്തവണ ഇവർ അതിന് വേണ്ടിയിട്ട് ടെമ്പററി ഹോട്ടൽ എടുത്തു. ഭയങ്കര ഉപകാരമായിട്ടോ, നമുക്കത് റെസ്റ്റ് ചെയ്യാൻ സ്വസ്ഥമായിട്ട്. ആക്ച്വലി അത്യാവശ്യം നല്ല ഹോട്ടലാണ് എടുത്ത് തന്നേക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ ഈ ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാവേ. കണ്ടോ കേട്ടോ, ഇവിടെ നമ്മൾ ഈ ബോംബെയിലേക്ക് വീഡിയോസിലൊക്കെ നമ്മളിങ്ങനെ കാണുന്ന ടൈപ്പ് കെട്ടിടങ്ങളില്ലേ, പഴയ കെട്ടിടങ്ങൾ, ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ടൈപ്പ്. ഇതിൻ്റെ അങ്ങനെ ഒരു ബിൽഡിങ് താഴെ കണ്ടോ, കണ്ടത് ദി ഹോട്ടൽ. അപ്പോൾ ഇനി കുറച്ച് നേരം അങ്ങ് ഉറങ്ങാമെന്ന് ഓർത്താ. ഒന്ന് ഫ്രഷപ്പായിട്ട് ഉറങ്ങി ഒരു 1 മണിയാകുമ്പോൾ എണീറ്റ് ലഞ്ച് കഴിച്ചിട്ട് വേണം. പക്ഷെ എൻ്റെ തൊണ്ട ഫുൾ ഇങ്ങനെ പോയിരിക്കുന്നുണ്ട്, കരകരാന്ന്. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ എയർബിഎൻബിയിലേക്ക് പോകാൻ. നമ്മളതൊരു എയർബിഎൻബി ആണ് നമുക്ക് വേണ്ടിയിട്ട് എടുത്ത് തന്നേക്കുന്നത് കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ്. ആക്ച്വലി ഒരു തവണ വന്ന സ്ഥലമാണെങ്കിലും എനിക്ക് ഭയങ്കര ഇൻ്റർനാഷണൽ ട്രിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അഡിഡാസിൻ്റെ കൊളാബറേഷൻ വീഡിയോ കഴിഞ്ഞപ്പോൾ അഡിഡാസിൽ പോയി ഇപ്പോൾ മേടിച്ച ട്രാക്ക് പാൻസ് മീഷോയിൽ നിന്ന് ഒരു 150 രൂപയ്ക്ക് മേടിച്ച ക്രോപ്പ് ടോപ്പാട്ടോ, വൈറ്റ് ക്രോപ്പ് ടോപ്പായിട്ടേക്കുന്നത്. അഡിഡാസിൽ തന്നെ ചെരുപ്പും ഷൂസൊക്കെ ഇടണമെന്ന് വലിയ കാര്യമായിട്ടൊക്കെ വിചാരിച്ചെങ്കിലും ഞാൻ ബേസിക്കലി സ്റ്റൈലൊക്കെ ചെയ്യാൻ ഭയങ്കര മടിച്ചാണ്. ഉള്ളത് വെച്ച് ഓടിക്കാനാണ് എനിക്ക് കംഫർട്ടബിളാണ് ഏറ്റവും മുഖ്യം. അല്ല, സ്റ്റൈൽ ചെയ്യണമെങ്കിൽ നമുക്ക് കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ഒരു മടിച്ചി ആയതുകൊണ്ട് സാധാ സ്ലിപ്പർ ഇട്ടുകൊണ്ടാണ് വന്നത്. ഫിൽഡമ്മയുടെ കോസ്റ്റ്യൂമിനെ പറ്റി പറയൂ 2 വാക്ക്. ചേച്ചിയുടെ അതേതാ ബ്രാൻഡ്? ലിവൈസ്. അത് ഓർക്കണില്ല. മാക്സ്. യെസ്, ഓഫറാണ് നടക്കുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ഭാഗ്യമുള്ളതുകൊണ്ട് ഞാൻ എടുത്ത ഒറ്റ സാധനത്തിന് ഓഫർ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ആദ്യം പെരുമ്പാവൂർ മാക്സിൽ പോയപ്പോൾ അവിടെ ഭയങ്കര തിരക്ക്, അവിടെ വലിയ കളക്ഷനും ഇല്ലാണ്ട്. ഫീൽഡു അങ്കമാലി പോയപ്പോഴാണ് ഇല്ല കുറേ സെലക്ഷൻ കിട്ടി. പക്ഷെ അവിടെ ഓഫർ ഉണ്ടായിരുന്നില്ല. അവള് നോക്കിയേനെ, ഞാൻ നോക്കിയ ഓഫർ ഉണ്ടായില്ല. പക്ഷെ അവിടെ നല്ല ഐറ്റംസ് ഉണ്ടായിരുന്നു, നല്ല കളക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. യെസ്, നമ്മുടെ പെട്ടിക്കുട്ടന്മാർ മൂലക്കെ ഇരിക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് ഉറങ്ങി എണീറ്റിട്ട് വീണ്ടും ഇവിടെ തൊട്ടടുത്തുള്ള 7-Eleven വന്ന് നമ്മൾ കുറച്ച് ഫുഡ് ലഞ്ച് ഇവിടുന്ന് സ്നാക്കായിട്ട് എന്തെങ്കിലും മേടിച്ച് കഴിക്കാമെന്ന് നോക്കാം. എനിക്ക് 7-Eleven എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ലൈഫ് സേവിയറായി. സൗത്ത് ഏഷ്യൻ അല്ല ഏഷ്യൻ കൺട്രീസിൽ ഇപ്പോൾ ജപ്പാൻ, ചൈന, തായ്ലൻഡ് അങ്ങനെയുള്ള കൺട്രീസിലൊക്കെ നമ്മൾ വരുമ്പോൾ ഈ ഒരു കടയുള്ളത് എന്തൊരു ഗുണമാണെന്ന് അറിയൂ. ഇതായിരുന്നു നമ്മൾ ആ ടെമ്പററി സ്റ്റേ ചെയ്ത ഹോട്ടൽ. ആൻഡ് ഇതേ കണ്ടോ, അതിൻ്റെ തൊട്ടടുത്ത നമ്മുടെ 7-Eleven വന്നേ. നമ്മൾ അവിടെ നിന്നാണ് ഇപ്പോഴേ സാധനങ്ങളൊക്കെ മേടിച്ച് ഇനി എവിടെ ഇരുന്ന് കഴിക്കുന്ന ആലോചിച്ചിരിക്കുന്നത്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന ബസ്സാണ്. ബസ്സല്ലൊരു കുഞ്ഞു വാനാണ് കേട്ടോ. ബേസിക്കലി AC ആണ്, നല്ല ലോങ് വിൻഡോസ് ഉണ്ട്, പനോറമിക് വിൻഡോസ് ഉണ്ട്. പിന്നെന്തൊക്കെയാണ് ബസ്സിൻ്റെ പ്രത്യേകത പറയും? അതായത് കൺജഷനൊന്നുമില്ല. 10 സീറ്ററാ, അതുകൊണ്ട് തന്നെ ഒരു വലിയ ഗ്രൂപ്പിൻ്റെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. കൺജസ്റ്റഡ് ഒന്നും അല്ല കേട്ടോ.
നമുക്ക് നമ്മുടേതായ ഒരു ഫ്രീഡം ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ലൈക്ക് നമുക്കിങ്ങനെ ഒരു ഗ്രൂപ്പിൽ പോകുന്ന ഫീലൊന്നുമില്ല. പിന്നെ ഭയങ്കര സ്മൂത്ത് ജേർണിയാണ്. അതിങ്ങനെ ഭയങ്കര കട്ടറൊന്നും ചാടില്ലെന്ന് അറിയത്തില്ല. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ജേർണി ഇതിനകത്ത്. നമ്മളിപ്പോൾ എവിടെയാ? ആക്ച്വലി ഇവിടെ ചെക്ക് ഇൻ ചെയ്യണതിന് മുന്നേ ഒരു 15 മിനിറ്റ് ഇവിടെ മുമ്പ് അവരെ വിളിക്കണം എന്ന് പറഞ്ഞതാണ്. ഇതിപ്പോൾ ഞങ്ങൾ ഇവിടെ കിടന്ന് വട്ടം തിരിഞ്ഞോണ്ടിരിക്കും. 3 മണിക്ക് ഇവിടെ വന്നതാണ്. ആദ്യം വേറൊരു കെട്ടിടത്തിൽ പോയി അവരെല്ലാം കറക്റ്റായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞതാണ്. പക്ഷെ ഞാൻ നോക്കാത്തതിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയ്യോ വേറെ കൊച്ചുങ്ങൾ കേടി ക്യൂട്ട്. എത്ര മിനിറ്റ് എടുത്തു ആള് വന്നിട്ട്? 5 മിനിറ്റ് പോലും എടുത്തില്ല. ഓ ഷിറ്റ്. നമ്മുടെ 3 ദിവസത്തെ മലേഷ്യയിലെ വീടാണ് കേട്ടോ ഇത്. ആക്ച്വലി ഞാൻ വീടെന്ന് പറയാൻ കാരണം ഇതിൻ്റെ പേര് തന്നെ വീട് ബൈ ഹൗസ് അങ്ങനെയാണ്. ഇതൊരു അപ്പാർട്ട്മെന്റ് Airbnb ആണ്. ആൻഡ് എന്താ പറയുക, ചില സ്ഥലത്ത് നമുക്കിങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു പോസിറ്റിവിറ്റി തോന്നില്ലേ? എനിക്ക് അങ്ങനെ ഒരു ഫീലാണ് ഇതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ. ഇതൊരു 1 BHK. അതിനകത്തൊരു കിച്ചൺ ഉണ്ട്, ഒരു കുഞ്ഞൊരു കിച്ചൺ ഏരിയ ഉണ്ട്, ഒരു ഡൈനിങ് സ്പേസ് ഉണ്ട്, വിശാലമായൊരു ബാത്റൂം ഉണ്ട്, അതിവിശാലമായൊരു ബെഡ്റൂം ഉണ്ട്. ആൻഡ് കണ്ടോ ഇങ്ങനെ ഒരു ഹോൾ ഏരിയ ഉണ്ട്. ഇവിടെ നമുക്കൊരു ഇങ്ങനെ വന്നിരുന്ന് സൈറ്റ് സീയിങ് കഴിഞ്ഞ് വന്നിരുന്ന് നമുക്ക് TV കാണാൻ ഒരു ഏരിയ ഉണ്ട്. കൈർലി ട്രെയിൽസിനോട് എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട് കേട്ടോ. കാരണം യൂഷ്വലി നമുക്ക് ഹോട്ടൽസ് ആയിരിക്കും ഇങ്ങനത്തെ പാക്കേജസിലൊക്കെ വരുന്നത്. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. അതായത് നമുക്കൊരു രാജ്യത്ത് നമ്മൾ വന്ന് ഒരു ഹോട്ടലിൽ താമസിക്കുന്നതിനേക്കാളും അവിടുത്തെ ഒരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നൊരു ഫീല് ശരിക്കും ഒരു ഹോംലി ഫീൽ ആയിരിക്കും. നമുക്ക് പിന്നെയും പിന്നെ ആ രാജ്യത്തേക്ക് തിരിച്ചു വരാനൊരു ഫീല് തോന്നില്ലേ? വ്യൂ നമുക്ക് പക്ക ആ ഒരു സിറ്റി വ്യൂ ആണ് കേട്ടോ. ആൻഡ് ഇവിടുത്തെ വേറെ 2 പ്രത്യേകതകളുണ്ട്. അത് ഞാൻ പതുക്കെ കാണിച്ചു തരാം കേട്ടോ. ബെഡ്റൂമിൽ നിന്ന് നമുക്ക് സെയിം സിറ്റി വ്യൂ തന്നെയാണ്. എനിക്ക് രാത്രിയാവാൻ ഞങ്ങൾക്ക് കൊതിയാവുക. കാരണം ഞങ്ങൾക്ക് ഫുൾ ലൈറ്റ്സ് ഇട്ട് കാണുമ്പോൾ എങ്ങനെയാകും എന്നറിയാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ ടോയ്ലറ്റ് ഫോർ അനദർ 3 days. സിസ്റ്റേഴ്സ് ഡേ ഔട്ടല്ല, സിസ്റ്റേഴ്സ് ട്രിപ്പ് ബി ലൈക്ക്. ഇതേ വാഷിംഗ് മെഷീൻ ഉണ്ട്. വല്ലപ്പോഴും ഒന്ന് തുണി അലക്കടേ, നിന്നെ ഓർത്തിട്ട് അവിടെ കൊണ്ടുവച്ചേക്കുന്നത്. തുണിയും തേക്കരുത്, നീ തുണിയും തേക്കില്ല. അതൊക്കെ ഇവര് തിരിച്ചറിഞ്ഞു, എല്ലാവരും തിരിച്ചറിഞ്ഞു. ഫിൽഡു അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് 5 മണിയാവുമ്പോൾ വീണ്ടും നമ്മുടെ വണ്ടി വരെ നമുക്ക് സ്ട്രീറ്റിൽ പോകാനുണ്ട്, എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അതുവരെ വീണ്ടും റെസ്റ്റ്. പിന്നെ നമുക്ക് യൂട്യൂബിന് വേണ്ടി വന്ന കോലമാണോ എന്ന് നോക്കൂ. വിത്തിൻ ഫ്യൂ അവേഴ്സ് നമ്മൾ കോലം മുഴുവൻ മാറ്റി. ഇപ്പതേ റെഡിയായി. 5:30 ആകുമ്പോൾ നമ്മുടെ വണ്ടി അവിടെ വരും. 5:25 നമുക്ക് താഴെ എത്തി വണ്ടി കയറി ഒരു സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവാം. ഓക്കെ ഫിൽഡോ. ഇന്ന് ആ ചേട്ടൻ്റെ കയ്യിൽ ചീത്ത കേട്ടിട്ടുണ്ടെങ്കിൽ ഇവള് മാത്രമായിരിക്കും. കാരണം ഞാനിവിടെ വന്നപ്പോൾ മുതൽ റെഡിയായി ഫോണ് വിളിച്ചോണ്ട് എനിക്ക് കുളിക്കാനും നനയ്ക്കാനും. അതെ 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 അതെ. ഇത് കണ്ടോ ഈ മിഠായി? എന്നാ തിന്നുമ്പോ ഒന്ന് പറയാ എന്നോട് വേണോന്ന്. ഞാൻ ചോദിച്ചു അവിടെ വെച്ചിട്ടുണ്ട്. നിനക്ക് അവിടെ വെച്ചു, ഞാൻ കാണണ്ടേ?
എന്റെ ഭാഗ്യത്തിന് എനിക്ക് വിശന്നോണ്ട് മാത്രം ഞാൻ ഇത് എടുത്തു. അപ്പോഴാണ് അറിയുന്നത് പകുതി കഴിച്ചു തീർത്തു. കഴിക്കുമ്പോ അത് അവള് കുളിക്കാൻ പോയ സ്ഥിതിക്ക് ബോറടിച്ച് എനിക്ക് പിന്നെ കുളിക്കണേ. അപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ട് ഞാൻ ലേറ്റ് ആയത്. ഇത് കുളി നനയൊന്നുമില്ല, അങ്ങ് റെഡി ആവുക. സത്യാവസ്ഥ പറയും. ഇപ്പൊ സമയം എന്തായി? സത്യാവസ്ഥ പറയാം, ആദ്യം 1 മണിക്കൂർ ഇവിടെ നിന്ന് പ്രസംഗിച്ചായിരുന്നു, പക്ഷെ റെക്കോർഡിങ് വർക്ക് ചെയ്തിട്ടില്ല, ഓണാക്കാൻ മറന്നു. അത് പോട്ടെ. സത്യാവസ്ഥ ലേറ്റ്. വണ്ടിയുടെ സമയം പറയും. വണ്ടിയുടെ സമയം 5:45 ആയിരുന്നു. ഇപ്പൊ സമയം 5:36 കഴിഞ്ഞു അല്ലേ? കാണിക്ക്, തെളിവ് കാണിക്കും, അല്ലെങ്കിൽ അവര് വിചാരിക്കും 37. അപ്പൊ ഞാൻ കറക്റ്റ് സമയത്ത് 5:30 റെഡി ആയി. അത് കഴിഞ്ഞ് ലിഫ്റ്റ് ഇന്ന വഴിയാന്ന് പറഞ്ഞപ്പോ അവിടെ അഹങ്കാരം, അതല്ല ഇപ്പുറത്തെ വഴിയാന്ന്. എന്നിട്ട് ഞാൻ കൊണ്ടുപോയി അപ്പുറത്തേക്ക് പോയി. ലിഫ്റ്റും വന്ന് അവിടെ തുറക്കാൻ പറ്റുന്നില്ല, സമ്മതിക്കില്ല. ഞാൻ സത്യാവസ്ഥ പറയാം. മൊത്തം ഇത് കട്ട് ചെയ്യാതെ ഇടണോട്ടോ. ഇതിലേതെങ്കിലും വാങ്ങി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കമന്റ് ചെയ്ത് നശിപ്പിക്കും. ഞാൻ അവിടെ കിടന്നുകൊണ്ട് ഫീൽഡ് വൈകി, ഫീൽഡ് കാരണം ഇന്ന് ഗ്രൂപ്പ് ടൂറിന്റെ തെറി കേൾക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഞാനിരുന്ന് ചാടിച്ചോണ്ടിരുന്ന് അവിടെ ലിഫ്റ്റിന്റെ അവിടെ വന്ന് അവിടെ ഒരു 10 മിനിറ്റ് പോസ്റ്റായി. എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോ വണ്ടിയുടെ സമയം 5:45. മെസ്സേജ് കൃത്യമായിട്ട് അയക്കുന്നുണ്ട് ആ ഗ്രൂപ്പ്, പക്ഷേ നോക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ആര് നോക്കുന്നില്ല? അതെ, ഞാൻ കറക്റ്റ് ടൈം ആക്കിയ ഈ ട്രിപ്പ് മൊത്തം എന്നെ ഊക്കലായിരിക്കും, പക്ഷെ നിങ്ങൾ ആരും വിശ്വസിക്കരുത്, ഇതൊന്നും സത്യമല്ല. റിയൽ കൾപ്രിറ്റ്. അതെ. We are going to try durian. ഇതാണ് ദൂനിയൻ എന്ന് പറയുന്നത്. ടേസ്റ്റ് എങ്ങനെയുണ്ട്? ഒരു വെളുത്തുള്ളിയുടെ ഒക്കെ. This is Raghuvannan, our guide. This is the famous Twin Tower, KL Twin Tower. സന്തോഷ് ജോർജ് കുളങ്ങര സാറ് പറഞ്ഞ പോലെ ഓരോ രാജ്യത്തെ സ്പെഷ്യൽ ആക്കുന്നത് അവിടുത്തെ ബിൽഡിങ്സ് ആണ് അല്ലേ. ഐക്കണിക് ആയിട്ടുള്ള ബിൽഡിങ്സ് ഉണ്ടാവും മിക്ക രാജ്യങ്ങളിലും. അതുപോലെ മലേഷ്യയിലെ ഐക്കണിക് ആയിട്ടുള്ള ബിൽഡിംഗ് ആയിട്ടുള്ള നമ്മുടെ KL ട്വിൻ ടവർ, കോലാലംപൂർ ട്വിൻ ടവറിന്റെ ഫ്രണ്ടിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. നോക്കിയേ, ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത്. ഇതാണ് ഈ മോഡല്.
പുള്ളി എന്തൊക്കെയോ മോഡൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്.